Hello. Alvin. Hello. Am I audible? Good morning. Okay, fine. Let's start. So the last class we discussed object-oriented programming concept and introduction to unified modeling language, right? So what is UML? The UML is a visual language for developing software blueprint, right? And today we are going to discuss the UML building blocks. നിങ്ങൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും അതിലെന്താണ് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാവും. നിങ്ങൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന ടോക്കൺസ് ആണ്, റൈറ്റ്? അതുപോലെ തന്നെ UML എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, സോ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് UML ക്യാൻ ബി ഡിഫൈൻഡ് ആസ് തിങ്സ്, റിലേഷൻഷിപ്പ് ആൻഡ് ഡയഗ്രാംസ്. Okay, UML means visual language that represent the blueprint of your software system. So നിങ്ങളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ കുറേ നൊട്ടേഷൻസ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ബിൽഡിംഗ് ബ്ലോക്സ്. ക്യാൻ ബി 3 types: things, relationship and diagrams. The first one, things. The things are the most important building blocks of UML. It can be 4 types: structural, behavior, grouping, and annotational. Things can be 4 types: structural, behavior, grouping, and annotational. Just നിങ്ങൾ ഓരോ ബിൽഡിംഗ് ബ്ലോക്സ് നോട്ടേഷൻസ് എന്താണെന്ന് ഓർത്തിരിക്കാം. First one, structural things. The structural things define the static part of the model. They represent physical and conceptual elements. അതായത് നിങ്ങളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡിസൈൻ ചെയ്യാണ്, അതിൽ സ്റ്റാറ്റിക് പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചറൽ തിങ്സ് യൂസ് ചെയ്യുന്നത്. So the first example is a class. You know that what is class? Class represent a set of objects having similar responsibility. ഒരു ക്ലാസ്സിൽ ക്ലാസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പാർട്ടാണ്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലെ സ്റ്റാറ്റിക് പാർട്ടാണ് ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യൂസിങ് ദീസ് റെക്ടാങ്കുലർ ബ്ലോക്സ്. ഓക്കെ, സോ ഒരു ലിൻവൈസ് ആണെങ്കിൽ വാട്ട് ആർ ദ ക്ലാസ്സസ്? ടീച്ചർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഇസ് എ ക്ലാസ്, HOD ഇസ് എ ക്ലാസ്, മാനേജ്മെന്റ് ഇസ് എ ക്ലാസ്. സോ നിങ്ങൾ ലിൻവൈസ് ആണ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈ റെക്ടാങ്കുലർ ബ്ലോക്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ദ ഫസ്റ്റ് റോ ഇറ്റ്സ് എ ക്ലാസ് നെയിം, ആൻഡ് ദ സെക്കൻഡ് വൺ attributes, and third one operations. For example, we are representing a student class. So the first row indicate the class name. So student class is the student. Then second row indicates what are the attributes in that class. The caricam attributes: name, right? Student name, ID, etc. And third part, operations. So what are the operations of that students? What are the tasks performed by students?
reading, writing, etc. So ഒരു ക്ലാസ്സിനെ ഈ ഒരു ഫോർമുല ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. And the next element, ഓരോ എലമെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതെങ്ങനെ represent ചെയ്യാം. The next one, interface. So actually interface is a collection of operations. So interface എന്ന് വെച്ചാൽ just like a class പോലെ തന്നെയാണ്. But ക്ലാസിന്റെ കേസിൽ എന്താ, ഫോർ എക്സാമ്പിൾ ഇതൊരു സ്റ്റുഡൻറ് ക്ലാസ് ആണെങ്കിൽ I am here writing the one operations of student reading. So ഞാൻ എന്ത് ചെയ്യും, ഈ റീഡിങ് വാട്ട്സ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ക്ലാസിന്റെ ഇൻസൈഡ് തന്നെയാണ് എഴുതുന്നത് അല്ലെ. ഒരു ക്ലാസ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ക്ലാസ് നെയിം സേ സ്റ്റുഡന്റ്, void റീഡിങ് ഓപ്പറേഷൻ ആണ് void. സോ ഇവിടെ എന്ത് ചെയ്യും, ആക്ച്വലി വാട്ട് എവർ ഈ ഒരു ടാസ്ക് ഇവിടെ ഡിഫൈൻ ചെയ്യും. ബട്ട് ഇന്റർഫേസിന്റെ കേസിൽ അതിന്റെ ഓപ്പറേഷൻസ് ജസ്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യും മാത്രമേ ചെയ്യൂ. അതായത് ഞാനൊരു ഇന്റർഫേസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. സോ ഇന്റർഫേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിന്റെ ഓപ്പറേഷൻ റീഡിംഗ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് ഇവിടെ റൈറ്റ് ചെയ്യുന്നില്ല. ഇംപ്ലിമെന്റേഷൻ പാർട്ട് എവിടെയാണ് റൈറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഇന്റർഫേസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിലായിരിക്കും അതിന്റെ ഇംപ്ലിമെന്റേഷൻ പാർട്ട് റൈറ്റ് ചെയ്യുന്നത്. അതാണ് ഇന്റർഫേസിന്റെ കോൺസെപ്റ്റ്. നിങ്ങൾ തേർഡ് മോഡൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇന്റർഫേസിൽ എന്താ, ജസ്റ്റ് ഒരു ഓപ്പറേഷൻ നിങ്ങൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആ ഇന്റർഫേസിന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിലായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. ഇന്റർഫേസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. Okay. The next element, collaboration. Collaboration defines an interaction between elements. Like നിങ്ങൾ രണ്ട് ക്ലാസ്സസ് ഉണ്ട്, രണ്ട് ക്ലാസ്സസ് തമ്മിൽ ഒരു ഇന്ററാക്ഷൻ. സോ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊളാബറേഷൻ യൂസ് ചെയ്യുന്നത്. കൊളാബറേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ, നിങ്ങൾ കൊളാബറേഷൻ നെയിം കൊണ്ട് റൈറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹിയർ ലിംബേസ് ആണെങ്കിൽ സ്റ്റുഡൻറ് ക്ലാസ് ഉണ്ട്, ദെൻ ടീച്ചർ ക്ലാസ്, സ്റ്റുഡൻറ് ക്ലാസ് ആൻഡ് ടീച്ചർ ക്ലാസ്. സോ സ്റ്റുഡൻറ് ആൻഡ് ടീച്ചേഴ്സ് തമ്മിൽ എങ്ങനെ ഇന്ററാക്ഷൻ, ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യാണ് അറ്റൻഡൻസ്. ടീച്ചർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ക്യാൻ വ്യൂ ദിസ് അറ്റൻഡൻസ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാബറേഷൻ യൂസ് ചെയ്യുന്നു. Okay, and the next element, use case. Actually use case എന്ന് വെച്ചാൽ it's represent the set of actions performed by a system for specific code. That means in case of Linways അതിലൊരു ഓപ്പറേഷൻസ് ആണ് അറ്റൻഡൻസ് മാർക്ക്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യും, യൂസ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യും. The term use case ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അറ്റൻഡൻസ് മാർക്കിംഗ് ഇറ്റ്സ് ഒരു ഓപ്പറേഷൻ. ആ സിസ്റ്റം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ്, ഫോർ സ്പെസിഫിക് കോഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഇത്. സോ നമ്മൾ യൂസ് കേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു വേലായിരിക്കും. ഒരു ഓവൽ ഷേപ്പ് കൊടുക്കും, ദെൻ അതിന്റെ ഇൻസൈഡ് ആ ഒരു പെർട്ടിക്കുലർ എന്താണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അത് റൈറ്റ് ചെയ്യും. ദിസ് ഇസ് എ യൂസ് കേസ്. അപ്പൊ നിങ്ങൾ ഓരോ ഡയഗ്രാംസ് പഠിക്കും, അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ നൊട്ടേഷൻ നിങ്ങൾ പഠിക്കും. The next notation, components. Components describe any part of the system that might be physical. നിങ്ങളൊരു സിസ്റ്റത്തിൽ എന്താ കുറേ കമ്പോണൻസ് ഉണ്ടാവും, ലൈക്ക് കുറേ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഇതിനൊക്കെ എന്താ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് അസൈൻ ചെയ്യാം. അതാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. So components are a set of classes and interface and collaborations. ഈ സിസ്റ്റത്തിലെ എല്ലാ എലമെന്റ് എന്താ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം, അതാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോഡ്. Node represent the physical part of the system.
സപ്പോസ് നിങ്ങളൊരു ലിൻവൈസ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ലിൻവൈസിൽ എന്തായാലും ഒരു സെർവർ ഉണ്ടാവുമല്ലോ അല്ലെ, ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവർ സിസ്റ്റം ഉണ്ടാവും. ഈ സെർവർ സിസ്റ്റത്തിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു നോഡ് എന്ന് പറയുന്ന നൊട്ടേഷൻ യൂസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആ സിസ്റ്റം ഡ്രോ ചെയ്യുമ്പോൾ ജസ്റ്റ് ലൈക്ക് ഇതുപോലൊരു നൊട്ടേഷൻ കൊടുക്കും. അവിടെ എന്താണ് സെർവർ എന്ന് റൈറ്റ് ചെയ്യും. ഇതിന്റെ മീനിങ് എന്താ, ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ പാർട്ടാണ്, ദാറ്റ് ഈസ് സെർവർ ആണ്. നോർമലി നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ സെർവറിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിംബൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് എന്ത് സ്ട്രക്ചറൽ തിങ്സ്. എന്തൊക്കെയാ? ക്ലാസ്, ഇന്റർഫേസ്, കൊളാബറേഷൻ ആൻഡ് യൂസ് കേസ്, then components, then nodes. ഇത്രയും ഓക്കെ ആണോ? എനി ഡൗട്ട്? ഓക്കെ ആണോ? എന്താ ഡൗട്ട് അനുരാഗ്? ഓക്കെ ആണെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നാണോ പറഞ്ഞത് അനുരാഗ്? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ആ നൊട്ടേഷൻ ഓർത്തിരിക്കും. നമ്മൾ ഓരോ ഡയഗ്രാം വരയ്ക്കുമ്പോഴും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും എന്താണെന്ന്. The next one, behavioral things. Structural things എന്ന് പറയുന്നത് എന്താ, ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തെ സ്റ്റാറ്റിക് പാർട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചറൽ തിങ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ബിഹേവിയർ തിങ്സ്. ബിഹേവിയർ തിങ്സ് എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിലെ ഡൈനാമിക് പാർട്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിസ്റ്റത്തിലെ ഡൈനാമിക് പാർട്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഹേവിയർ തിങ്സ് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇന്ററാക്ഷൻ. സപ്പോസ് നിങ്ങളുടെ ലിൻവൈസ് ആണെങ്കിൽ ഇതിൽ കുറെ എലമെന്റ്സ് ഉണ്ട് അല്ലെ, ക്ലാസ് ഉണ്ട്, കുറെ ക്ലാസ്സസ് ഉണ്ട്. എന്തൊക്കെയാ? സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാവും, ദെൻ ടീച്ചേഴ്സ്, മാനേജ്മെന്റ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, മാനേജ്മെന്റ്, ഇത്രയും ക്ലാസ്സസ് ഉണ്ടാവും. ഈ ഒരു ക്ലാസ്സസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സിസ്റ്റം ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ബൈ സെൻഡിങ് മെസ്സേജസ് അല്ലെ, ഓരോ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ മെസ്സേജിന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് ദിസ്, ഈ ആരോ മാർക്ക്. ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ മെസ്സേജ് ദാറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ എലമെന്റ്സ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സോ ഒരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ മെസ്സേജ് എന്താന്ന് റൈറ്റ് ചെയ്യും. ഇതാണ് ഇന്ററാക്ഷൻ എന്ന് പറയാം. Then the next one, the state machine. നിങ്ങൾക്കറിയാം ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് എന്താ? ആ ഒബ്ജക്റ്റിന് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടോ അതാണ് എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ് മെഷീൻ യൂസ് ചെയ്യും. ഒരു മെഷീനാണ് സ്റ്റേറ്റ് മെഷീൻ. അതായത് the state machine is useful when the state of an object in its life cycle is important. Okay, ഒരു സ്റ്റേറ്റ് മെഷീൻ എന്താന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റസ് ഉണ്ടാവും. ഒരു ഒബ്ജക്റ്റിന്റെ സീക്വൻസ് ഓഫ് സ്റ്റേറ്റസ്, അതായത് നമ്മളൊരു ഒബ്ജക്റ്റിന് ഒരു ഇവന്റ് കൊടുക്കുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഡയഗ്രം ആണ് സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രം എന്ന് പറയാം. അപ്പൊ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ നൊട്ടേഷൻ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്റ്റേറ്റ് മെഷീൻ ഡ്രോ ചെയ്യാണ്, ATM. ഓക്കെ, സോ ഇനീഷ്യലി ATMത്തിന്റെ സ്റ്റേറ്റ് എന്തായിരിക്കും? ഐഡിയൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇനി ഞാൻ ഇതിനൊരു ഇവന്റ് കൊടുക്കുകയാണ്. ഇവന്റ് എന്താ? ഒരു കാർഡ് അല്ലെ, നിങ്ങളെ ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്തായി മാറി? ജസ്റ്റ് എൻ്റർ യുവർ പിൻ നമ്പർ അല്ലെ, ഇതിനെ വരയ്ക്കുന്നത് ജസ്റ്റ് നിങ്ങളുടെ ATM സിസ്റ്റം ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഐഡിയൽ ആണ് അല്ലെ, ATM ഫസ്റ്റ് ഐഡിയൽ. നെക്സ്റ്റ് ഞാൻ ഒരു ഇവന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? അതിന് ഇവന്റ് കൊടുക്കുമ്പോഴാണ് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യലി ATMത്തിന്റെ ഐഡിയൽ സ്റ്റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഐ ആം ഇൻസേർട്ടിങ് ATM കാർഡ്. ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഐഡിയൽ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താ? എൻ്റർ ദി പിൻ നമ്പർ. എൻ്റർ ദ പിൻ. ഓക്കെ, നെക്സ്റ്റ് പിൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ് എന്താവും? ഒന്ന് പറഞ്ഞേ, അടുത്ത സ്റ്റേറ്റ് എന്താവും? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം യൂസ് ചെയ്യും. ഒരു സ്റ്റേറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ഓരോ ഇവന്റ് കൊടുക്കുമ്പോഴാണ് ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ATM ആണ് ഒരു എക്സാമ്പിൾ. ഇനീഷ്യൽ എന്തായിരിക്കും? അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐഡിയൽ സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ ഒരു കാർഡ് അല്ലെ, ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാണ്. എന്തായിരിക്കും ചേഞ്ച്? എൻ്റർ ദ പിൻ നമ്പർ. റൈറ്റ്. ദെൻ അടുത്ത ഇവന്റ് കൊടുക്കുകയാണ്, പിൻ നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഏതായിരിക്കും സ്റ്റേറ്റ്? ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും സ്റ്റേറ്റ്? മാലവിക, നബീൽ, മുഹസിൻ, അനുരാഗ്, ആകർഷ്, അജൽ, ആൽബിൻ, ആഗ്ന, അഭിറാം, അഭിനന്ദ്. ഏതായിരിക്കും സ്റ്റേറ്റ് എടുത്തത്? നെക്സ്റ്റ് എന്താ സ്ക്രീനിൽ കാണുന്നത്? എടാ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എൻ്റർ ഇൻ ടു ദി അക്കൗണ്ട് നമ്പർ. സോ അതായിരിക്കും അടുത്ത സ്റ്റേറ്റ്. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ് എന്തായിരിക്കും? കാർഡ് നമ്പർ എൻ്റർ ചെയ്തു. നെക്സ്റ്റ് എൻ്റർ ദ എമൗണ്ട്. ഓക്കെ, എമൗണ്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഓരോ ടൈമിൽ എന്താ, ഞാനൊരു ഇവന്റ് കൊടുക്കുമ്പോൾ ആ പെർട്ടിക്കുലർ ATM എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓക്കെ ആയോ? എന്താണ് സ്റ്റേറ്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ? ക്ലിയർ ആണോ? Is there any doubt? എല്ലാരും ഒന്ന് റിപ്ലൈ തന്നെ. കുറച്ച് സ്പീഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന തിങ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സ്ട്രക്ചറൽ തിങ്സ് ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് എ സ്റ്റാറ്റിക് പാർട്ട് ഓഫ് ദ മോഡൽ. ദെൻ ബിഹേവിയറൽ തിങ്സ് ഇസ് എ ഡൈനാമിക് പാർട്ട് ഓഫ് ദ മോഡൽ. നെക്സ്റ്റ് വൺ ഗ്രൂപ്പിംഗ് തിങ്സ്. ഗ്രൂപ്പിംഗ് തിങ്സ് എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു സിസ്റ്റത്തിൽ സിമിലർ ബിഹേവിയർ ഉള്ള എലമെന്റ്സിന്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിംഗ് തിങ്സ് യൂസ് ചെയ്യുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് പാക്കേജ് എന്ന് പറയുന്നത്. പാക്കേജ്. ഓക്കെ, സോ ഒരു പാക്കേജിനെ ഡിഫൈൻ ചെയ്യുന്ന നൊട്ടേഷനാണ് ഇത്. നിങ്ങൾ ലിൻവേസ് ആണെങ്കിൽ കുറെ ക്ലാസ്സസ് ഉണ്ട്. ടീച്ചേഴ്സിന്റെ ഒരു ക്ലാസ് ഉണ്ട്, HOD ഒരു ക്ലാസ് ആണ്, ആൻഡ് സ്റ്റാഫ് അഡ്വൈസർ അനദർ ക്ലാസ് ആണ്. ഓക്കെ, സോ ഇവിടെ ടീച്ചർ, HOD, സ്റ്റാഫ് അഡ്വൈസർ ഒക്കെ എന്താ? ടീച്ചേഴ്സ് ആണല്ലേ, എല്ലാവരും ടീച്ചേഴ്സ് ആണ്. ഇതെന്താ? ഇതിന് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ദിസ് നൊട്ടേഷൻ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അതായത് ജസ്റ്റ് ഈ നൊട്ടേഷൻ യൂസ് ചെയ്യാം. ദെൻ ഇവിടെ എന്താ നെയിം? ടീച്ചർ. എല്ലാവരും ഒരേ കാറ്റഗറിയിലാണ് അല്ലെ, ടീച്ചേഴ്സ്. അപ്പൊ നിങ്ങൾ സിസ്റ്റത്തിലെ സിമിലർ ബിഹേവിയറിലുള്ള എലമെന്റ്സിനൊക്കെ എന്താ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്റെ പാക്കേജ് എന്ന് പറയും.
And the next thing, annotational things. Annotational things means നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ കമൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തിനാ കമൻസ് യൂസ് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾ എന്താ കമന്റ്സ് എഴുതുന്നുണ്ടല്ലേ? എന്തിനാ കമന്റ്സ് എഴുതുന്നത്? വാട്ട്സ് ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് കമന്റ്സ് ഇൻ യുവർ പ്രോഗ്രാം? സോ എന്തിനാണ് കമന്റ്സ് എഴുതുന്നത്? To understand the operations. Okay. Just a particular program user friendly ആവാൻ വേണ്ടല്ലേ? What's the operation and what the things ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് കമന്റ്സ് ചെയ്യുന്നത്. The same here, നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഓക്കെ ഇതൊക്കെ എന്തെങ്കിലും സം കമന്റ്സ് എഴുതണം. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് ദിസ് വൺ, ദ നോട്ട്. ഓക്കെ സോ ഡിസൈൻ ചെയ്യുമ്പോൾ കമന്റ്സ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് നോട്ട്. ജസ്റ്റ് റൈറ്റ്സ് ആ കമന്റ്സ് ഇവിടെ എഴുതും. സോ ഇത്രയാണ് തിങ്സിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? അനോട്ടേഷണൽ, ഗ്രൂപ്പിംഗ്സ്, ബിഹേവിയർ ആൻഡ് സ്ട്രക്ചർ. And the second building blocks is a relationship. It is a relationship. So the relationship is the another most important building blocks of UML. So actually relationship എന്താ ഷോ ചെയ്യുന്നത്? How the elements are associated with each other. So ഒരു സിസ്റ്റത്തിലെ എലമെന്റ്സ് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? സോ ഇത് ഷോ ചെയ്യാൻ വേണ്ടിയാണ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത്. സോ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. The first one, dependency. Okay, so dependency is a relationship between two things in which changing one element also affect the other. അതായത് രണ്ട് തിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡൻസി യൂസ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കണം? ഏതെങ്കിലും ഒന്നിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മറ്റേത് എഫക്ട് ചെയ്യും. ഓക്കെ സോ ഡിപ്പെൻഡൻസി ഷോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണിത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിയർ സ്റ്റുഡൻറ് ഒരു ക്ലാസ്, then dependency here college. So സ്റ്റുഡൻറ് എപ്പോഴും എന്താ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ? സ്റ്റുഡൻറ് എപ്പോഴും കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ കോളേജ് ഇല്ലെങ്കിൽ എന്താ സ്റ്റുഡൻസ് ഉണ്ടാവില്ല. ഇതാണ് ഡിപ്പെൻഡൻസി എന്ന് പറയാം. അപ്പൊ ഏറെ നോക്കി, ഏറെ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോക്സിൽ ഡിപ്പെൻഡന്റ് പാർട്ട് എഴുതും. Dependent part and the second box is independent part. Here student depends college. So college in എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് ആരെ എഫക്ട് ചെയ്യും? സ്റ്റുഡൻസിനെ എഫക്ട് ചെയ്യും. So this type of relationship represent and use in the notation on dependency. Okay, and the second one, association. Association describe how many objects are taking part in that relationship. അതായത് എത്ര ഒബ്ജക്ട്സ് ആ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതാണ് അസോസിയേഷൻ എന്ന് പറയാം. For example, here I am writing employer. Employer എന്ന് പറയുന്ന ഒരു തിങ്സ് ഉണ്ട്, ഒരു എലമെന്റ് ഉണ്ട്. This one employee. So here association notation എഴുതാണ്. Then ഞാൻ ഇവിടെ ഒരു സ്റ്റാർ എന്ന് പറയുന്ന നോട്ടേഷൻ കൊടുക്കുന്നു. Here 0, 1 എന്ന് പറഞ്ഞ നോട്ടേഷൻ കൊടുക്കുന്നു. ഇതിന്റെ മീനിങ് എന്താ?
Star means there are many employees. Okay, there are many employees, and each of has 0 or 1 employer. Okay, there are many employees. Each of have 0 or 1 employer. ഇവിടെ many employees ഉണ്ട്. Employer എത്രയാണ്? 0 or 1 ആണ്. അപ്പോൾ കുറേ എംപ്ലോയീസിന് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 എംപ്ലോയർ ഉണ്ട്. ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസോസിയേഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഡിസ്ക്രൈബ് how many objects are taking part in that relationship. Clear ആണോ dependency and association? Is it clear? Dependency and association. The next one, generalization. So generalization use ചെയ്യുന്നത് ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ വേറൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുന്നു. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം അല്ലേ? ആ ഒരു ഇൻഹെറിറ്റൻസിനെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് ജനറലൈസേഷൻ. ദിസ് വൺ ഈസ് ദ നൊട്ടേഷൻ. സോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഹിയർ ഇതൊരു സബ് ക്ലാസ്. Then here super class. സബ് ക്ലാസ്സിന് ഏറോ സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ ക്ലാസ്സിലേക്ക് എൻഡ് ചെയ്യുന്നു. Okay, so generalization is used for describing the inheritance relationship between the objects. Okay, so നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട് അല്ലെ? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസ്. സോ ടീച്ചേഴ്സ് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാഫ് അഡ്വൈസർ എന്ന് പറഞ്ഞ ക്ലാസ് ഡിറൈവ് ചെയ്യാണ്. എങ്ങനെ എഴുതാം? സ്റ്റാഫ് അഡ്വൈസർ. ഏറെ എങ്ങനെയായിരിക്കും? ഓക്കെ, സോ ജനറലൈസേഷൻ യൂസ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. The next one, realization. So realization means, ഒരു എക്സാമ്പിൾ പറയാം. ഒരു സിസ്റ്റം ഉണ്ട്, ഓക്കെ, ദെൻ ഒരു പ്രിന്റർ ഉണ്ട്. സിസ്റ്റം ഉണ്ട് ആൻഡ് പ്രിന്റർ ഉണ്ട്. ആക്ച്വലി നമ്മളൊരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പ് എവിടെ നിന്നാണ് ചെയ്യുന്നത്? സിസ്റ്റത്തിന്റെ ഇൻസൈഡിൽ നിന്നാണ് ചെയ്യുന്നത് അല്ലെ? ഡോക്യുമെന്റ് റെഡിയാക്കുന്നു, പ്രിന്ററിന്റെ സെറ്റപ്പ് ഒക്കെ ഇവിടെ റെഡിയാക്കുന്നു. ബട്ട് ആക്ച്വലി ഇതാരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പ്രിന്റർ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്, റൈറ്റ്? ഇവിടെ ജസ്റ്റ് എന്താ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ? വാട്ട് ദ ടാസ്ക് ഇവിടുന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ദ ടാസ്ക്. ബട്ട് ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ എവിടെ നിന്നാണ് നടക്കുന്നത്? ഇൻസൈഡ് ദ പ്രിന്റർ അല്ലെ? ഇവിടെ ഇംപ്ലിമെന്റേഷൻ. സോ ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിയലൈസേഷൻ. സോ ഇതിന്റെ ഏരോ മാർക്ക് ഇങ്ങനെയായിരിക്കും. Okay, that means the one element describes some responsibility which is not implemented and the other one implements them. Okay, അതായത് സിസ്റ്റം എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യേണ്ട എല്ലാ പ്രിന്റർ സെറ്റപ്പും ചെയ്യുന്നു. ബട്ട് ആക്ച്വലി ആരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? പ്രിന്റർ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Is it clear? ക്ലിയർ ആണോ? റിയലൈസേഷൻ, ജനറലൈസേഷൻ. അനുരാഗ് മാത്രമേ റിപ്ലൈ തരുന്നുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ലേ?
റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്തു. ഡിപ്പെൻഡൻസി ഉണ്ട്, അസോസിയേഷൻ, ജനറലൈസേഷൻ ആൻഡ് റിയലൈസേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് UML ഡയഗ്രംസ്. സോ വാട്ട് ഈസ്, നമ്മൾ എലമെന്റ്സ് ഡിസ്കസ് ചെയ്തു, ദാറ്റ് മീൻസ് തിങ്സ് ഡിസ്കസ് ചെയ്തു, ദെൻ റിലേഷൻഷിപ്പ് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ കംപ്ലീറ്റ് ഓൾ ടുഗദർ എന്ത് പറയാം, UML ഡയഗ്രംസ് എന്ന് പറയാം. All the elements, the relationship are used to make a complete UML diagram. Okay, so ഒരു diagram represent a system. Actually ഒരു diagram എന്താ, ഒരു സിസ്റ്റത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. So the diagram can be two types, structural diagrams and behavior diagrams. Then first one, structural diagrams. So structural diagram is it captures the static part of the system, the structure of the system. Just like നിങ്ങൾ ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുന്നേ അതിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, സോ പ്ലാൻ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സോ അതെന്താ, ഒരു സ്റ്റാറ്റിക് പാർട്ടാണ്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഒരു സ്റ്റാറ്റിക് പാർട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചറൽ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇനി ബിഹേവിയർ ഡയഗ്രാം എന്ന് വെച്ചാൽ ഇറ്റ്സ് ക്യാപ്ചർ ദ ഡൈനാമിക് ആസ്പെക്ട്സ് ഓർ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അതായത് ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ വർക്ക് ഫ്ലോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിഹേവിയർ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. അത് ഡൈനാമിക് പാർട്ടാണ്. ഓക്കെ, സോ ഡയഗ്രാം ടു ടൈപ്പ് ഉണ്ട്, സ്ട്രക്ചറൽ ഡയഗ്രാം ആൻഡ് ബിഹേവിയർ ഡയഗ്രാം. ദെൻ സ്ട്രക്ചറൽ ഡയഗ്രാം തന്നെ കുറേ ടൈപ്സ് ഉണ്ട്. അതിലൊന്ന് ഫസ്റ്റ് വണ്ണാണ് ക്ലാസ് ഡയഗ്രാം. സോ നിങ്ങൾ പഠിക്കുന്നത് ക്ലാസ് ഡയഗ്രാം പഠിക്കും. ദെൻ ബിഹേവിയർ ഡയഗ്രത്തിൽ യൂസ് കേസ് ഡയഗ്രാം നിങ്ങൾ പഠിക്കും. ദെൻ ആക്ടിവിറ്റി ഡയഗ്രാം, ദെൻ ഇൻട്രാക്ഷൻ ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയഗ്രാം. സോ ഇത്രയും ഡയഗ്രാംസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഓരോ ബിൽഡിംഗ് ബ്ലോക്കും ഓരോ തിങ്സും ഓരോ റിലേഷൻഷിപ്പും എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു നോക്കാം. So we are going to discuss our first diagram, class diagram. Okay, this class diagram is widely used in UML diagram. It is the building block of all object-oriented software systems. നിങ്ങളൊരു സോഫ്റ്റ്വെയർ, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഡയഗ്രാം ആണ് ക്ലാസ് ഡയഗ്രാം. സോ ഇറ്റ്സ് ക്യാപ്ചർ ദ സ്റ്റാറ്റിക് സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം. സോ ഇതിൽ നെയിം തന്നെയുണ്ട് ക്ലാസ് ഡയഗ്രാം. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ ക്ലാസ്സസ് ഉണ്ട്, അതിന്റെ മെത്തേഡ്സ്, ആട്രിബ്യൂട്ട്സ് ഇതൊക്കെ ഷോ ചെയ്യുന്ന ഡയഗ്രാം ആണ് എന്ത്, ക്ലാസ് ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, വാട്ട് ആർ ദ ക്ലാസ്സസ് ഇൻ ദാറ്റ് സിസ്റ്റം. ദെൻ you have to identify how these classes are connected. അതായത് ആ ക്ലാസ്സസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാം. ഇത്ര മാത്രം നിങ്ങൾ ചെയ്യണം. ദെൻ ഒരു ക്ലാസ്സിനെ നൊട്ടേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എങ്ങനെയാണ് നോട്ടേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് എന്ത് വേണം, ഫസ്റ്റ് ക്ലാസ് നെയിം അല്ലേ. നെക്സ്റ്റ് അതിലെന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ആട്രിബ്യൂട്ട്സ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. ഫസ്റ്റ് ആട്രിബ്യൂട്ട്സിന്റെ നെയിം, ദെൻ ദാറ്റ് ടൈപ്പ്. ഞാൻ സ്റ്റുഡന്റ് എന്ന് എഴുതിയാൽ സ്റ്റുഡന്റ് ക്ലാസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് നെയിം എന്താ, സ്റ്റുഡന്റ്, റൈറ്റ്. സോ സെക്കൻഡ് പാർട്ടിൽ എന്താണ്, ആട്രിബ്യൂട്ട്സ്. സോ വാട്ട് ആർ ദ ആട്രിബ്യൂട്ട്സ് ഇൻ ദാറ്റ് സ്റ്റുഡന്റ് ക്ലാസ്, സ്റ്റുഡന്റ് നെയിം, റൈറ്റ്. ഞാൻ എന്തെങ്കിലും ജസ്റ്റ് നെയിം, ദെൻ ഒരു കോളൻ ഇടാം, കോളൻ. ടൈപ്പ് എന്തായിരിക്കും, സ്ട്രിംഗ് ആയിരിക്കും അല്ലെ, സ്ട്രിംഗ്. ദെൻ സ്റ്റുഡന്റ് ID, കോളൻ, ടൈപ്പ് ഇന്റ്. Okay, then roll number, type int. Then next, what are the tasks that student should be performed? Define here, task define here. Reading, writing,
സോ ഇതിങ്ങനെയായിരിക്കും ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? Is it clear? ക്ലിയർ ആണോ? Next one, members access modifiers. അതായത് നിങ്ങളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു അല്ലെ, ബട്ട് ആ ക്ലാസ്സിലെ മെമ്പേഴ്സിന് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും? Okay, that is all the classes have different access level depending on the access modifier. അതായത് നിങ്ങൾ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യും, അതായത് ആ ക്ലാസ്സിലെ മെമ്പേഴ്സിന് ആർക്കൊക്കെ ആക്സസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നിങ്ങളൊരു FBയിൽ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രൈവസി സെറ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ ഓരോ മെമ്പേഴ്സിനെയും ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, ഒരു പ്രൈവസി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് പബ്ലിക്. പബ്ലിക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ. ദെൻ പ്രൈവറ്റ് മൈനസ്, ദെൻ പ്രൊട്ടക്റ്റഡ് ഹാഷ് സിമ്പിൾ. സോ ഫസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്സസ് മോഡിഫയർ യൂസ് ചെയ്യും. ഇതിന്റെ പേരാണ് ആക്സസ് മോഡിഫയർ എന്ന് പറയും. ഇവിടെ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്ലസ് നെയിം സ്ട്രിംഗ്. പ്ലസ് ഇൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഈ പെർട്ടിക്കുലർ മെമ്പറിനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് ദ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു ഹാഷ് സിമ്പിൾ ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ്. ഇതിന്റെ മീനിങ് എന്താ, ഈ ക്ലാസ്സിന് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഈ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ചൈൽഡ് ക്ലാസ്സിന് എന്താ, ഈ മെമ്പറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ക്ലാസ് ഒക്കെ എന്താ ഒരു പാക്കേജിന്റെ ഇൻസൈഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ പാക്കേജിലെ എല്ലാ ക്ലാസ്സസിനും എന്താ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ്. അതിന്റെ മീനിങ് എന്താ, ഈ പെർട്ടിക്കുലർ എലമെന്റിന് ഈ ക്ലാസ്സിൽ ഇൻസൈഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പബ്ലിക് ആണെങ്കിൽ ഹോൾ വേൾഡ് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ മൈനസ് ആണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിൽ ഇൻസൈഡ് ദ ക്ലാസ്, ഇൻസൈഡ് ദ ക്ലാസ്. ആൻഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ എന്താ, ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിന് ഡിറൈവ് ചെയ്യുന്ന സബ് ക്ലാസ്സിന് യൂസ് ചെയ്യാം. ദെൻ ഈ ഒരു ക്ലാസ് ഒക്കെ എന്താ ഒരു പാക്കേജിന്റെ ഇൻസൈഡ് ആയിരിക്കും, അവിടെയുള്ള എല്ലാ ക്ലാസ്സസിനും യൂസ് ചെയ്യാം, പാക്കേജിൽ യൂസ് ചെയ്യാം. ദെൻ സബ് ക്ലാസ്സിന് യൂസ് ചെയ്യാം. നിങ്ങൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്സസ് മോഡിഫയർ കൂടി എന്താ ആഡ് ചെയ്യണം. ഇനി ക്ലാസ് റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? UML ബിൽഡിംഗ് ബ്ലോക്സും ദെൻ ക്ലാസ് ഡയഗ്രാം, ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ക്ലാസ്സസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, റിലേഷൻഷിപ്പും ദെൻ ഒരു ക്ലാസ് ഡയഗ്രാം എങ്ങനെ ഡ്രോ ചെയ്യാം, ഇത്ര കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.